എല്ലാ വർഷവും ക്രിസ്മസിനും ന്യൂ ഇയറിനുമൊപ്പം കാഴ്ചയുടെ വർണ്ണപ്രപഞ്ചമൊരുക്കുന്ന ഒന്നാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന കാർഷിക വ്യാവസായിക പ്രദർശനങ്ങൾ. അത്തരത്തിലുള്ള കുറേ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം. കണ്ടാൽ വളരെ മനോഹരമായ ഉദ്യാനത്തിൻ്റെ പ്രതീതി ഉണർത്തുന്ന ദൃശ്യങ്ങളാണ്. സ്ഥലം ഏതാണെന്നല്ലേ, കൊച്ചി മറൈൻ ഡ്രൈവ് ആണ്. കൊച്ചിൻ ഫ്ലവർ ഷോയുടെ കൺവീനർ ജേക്കബ് കുന്തറയാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇത് എത്ര വർഷമായി ഇവിടെ ഇങ്ങനെ? 40 വർഷം. എന്തൊക്കെയാണ് ഇതിനകത്തൊരു ചേരുവകൾ? ഇപ്രാവശ്യം ഇത് ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയാണ് നടത്തുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ GCD ആയിട്ട് സഹകരിച്ചിട്ടാണ് ഒരു സംയുക്തമായിട്ടുള്ള ഒരു പ്രോജക്റ്റായി ചെയ്യുന്നത്. ജനുവരി 1-ാം തീയതി വരെ ഉണ്ട്. പ്രത്യേകത ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ഡിസ്പ്ലേ ഏരിയ കൂടുതലാണ്. ഞങ്ങൾ ഒരു 40,000 സ്ക്വയർ ഫീറ്റിൽ പ്ലാന്റ് ഡിസ്പ്ലേ അത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ശരിക്കും ഒരു ഗാർഡനിൽ കയറുന്ന ഫീലാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. വഴിയെല്ലാം വീഡ് മാറ്റിട്ട് നല്ല നീറ്റാക്കി ആളുകൾക്ക് ശരിക്കും എൻജോയ് ചെയ്ത് ഫോട്ടോ എടുത്ത് പോകാൻ നിർത്തി. പിന്നെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് 5000 ഓർക്കിഡ്സാണ്. 5000 ഫ്ലവറിങ് ഓർക്കിഡ്സ്. അതിൽ 4000 എണ്ണം ഡെൻഡ്രോബിയം, 1000 ഫെലനോപ്സിസ്. അതായത് ഞങ്ങളുടെ ഡിസ്പ്ലേയുടെ ലെങ്ത് 240 അടിയാണ്. ആ 240 അടി നീളത്തിലും ഓർക്കിഡാണ്, ഒരു സൈഡ് മുഴുവനും. അത് കേരളത്തിൽ ആദ്യമായിട്ട് അത്രയും ഓർക്കിഡ്സ് പലരും പറഞ്ഞു, ഈവൻ നേഴ്സറിക്കാർ വരെ പറഞ്ഞു ഇത് ആദ്യമായിട്ട് ഇത്രയും ഓർക്കിഡ്സ് ഒരുമിച്ച് കാണുന്നത്. ഒന്നാമതിപ്പം തായ്ലൻഡിൽ നിന്നും ഫ്ലവർ ചെയ്ത ഓർക്കിഡ്സ് ഇമ്പോർട്ട് കസ്റ്റംസ് ബാൻ ചെയ്തിരിക്കുക. അപ്പോൾ ഇത് ഞങ്ങളുടെ റിക്വസ്റ്റിൽ അഡ്വാൻസ് കൊടുത്ത് തമിഴ്നാട്ടിലുള്ള ഒരു ഫാം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന 9 മാസം മുമ്പ് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കരാറൊക്കെയായി അങ്ങനെ ചെയ്ത് കിട്ടിയതാണ്. വേറെ ആർക്കും ഇത്രയും ഓർക്കിഡ്സ് ഇപ്പോൾ ഷോകൾ കുറേ നടക്കുന്നുണ്ട്, ഒരിടത്തും ഇത്രയും കാണാൻ പറ്റിയല്ല. രണ്ടാമത്തേത് ഞങ്ങളുടെ അഡീനിയം ഒരു 1500 എണ്ണം ഉണ്ട് ഫ്ലവറിങ് ആയിട്ടുള്ളത്. പിന്നെ ഉള്ളത് പ്രാണിപിടിയൻ ചെടികൾ. അത് ഇത്രയും ജനസുകളെങ്ങും ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. സാധാരണ ഇപ്പോൾ പ്രാണിപിടിയൻ ചെടി എന്ന് പറഞ്ഞാൽ പിക്ചർ പ്ലാന്റാണ്, എല്ലാവരും മലയാളിക്ക് അറിയാവുന്ന. അതല്ല, ഇവിടെ 6-7 ജനസിലെ ഇപ്പം വീനസ് ഫ്ലൈ ട്രാപ്പ്, സെറാസീനിയ, അങ്ങനെ കുറേ എണ്ണം ഇരിപ്പുണ്ട്. സൺഡ്യൂവ്, അങ്ങനെ കുറേ പ്രാണിപിടിയൻ ചെടികളുടെ ജനസുകൾ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇൻഡോ അമേരിക്കൻ ഹൈബ്രിഡ് സീഡ്സ് ബാംഗ്ലൂരുള്ള അവരൊരു 2200 സ്ക്വയർ ഫീറ്റിൽ കണ്ടെയ്നർ ഗാർഡൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. വലിയ ഉരുളി പോലെയുള്ള കണ്ടെയ്നറിൻ്റെ അകത്ത് പൂച്ചെടികൾ നിറച്ചിട്ടിരിക്കുക. അത് വേറെ കോൺസെപ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മോഡൽ ഗാർഡൻ ഉണ്ട്. ഏകദേശം ഒരു 2 സെൻറ്റിൽ എങ്ങനെയാണ് ഒരു ഗാർഡൻ ചെയ്യേണ്ടതിൻ്റെ ഒരു മോഡൽ പ്ലാന്റൂറാസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ചട്ടികൾ, പ്ലാന്റ് എല്ലാം ആയിട്ടൊരു സെറാമിക് പോട്ട്സ് ഉണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് പറയേണ്ടത് വൈറ്റിലയിലെ സെൻറ്റ് ജെയിംസ് നഴ്സറിയുടെ ഒരു ടോപ്പിയറി ഗാർഡനാണ്. 5000 സ്ക്വയർ ഫീറ്റ് അതിൽ ചെയ്തിരിക്കുന്നത്. അത് ആളുകളെ ശരിക്കും ആകർഷിക്കുന്നുണ്ട്. അവർ അവിടെ നിന്ന് ഇറങ്ങുന്നില്ല, കണ്ടു നിൽക്കുകയാണ്. കാരണം ഇത്രയും വലിയ 1.5 ലക്ഷം 2 ലക്ഷം രൂപയുടെയൊക്കെ മരങ്ങൾ അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഇത്രയും വലിയ മരങ്ങൾ ഇത്രയും ഷേപ്പ് ചെയ്തത്, ഗ്രാഫ്റ്റ് ചെയ്തതൊക്കെ ആദ്യമായിട്ട് പലർക്കും ഒരു പുതിയൊരു അനുഭൂതിയാണ്. ഫ്ലവർ ഷോകൾ കാണുന്നതുകൊണ്ട് നമുക്കും ചില ഗുണങ്ങളുണ്ട്. വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ, അതുപോലെ വിവിധ നിറങ്ങൾ തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് സെൻസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തലച്ചോറിൽ പൊതുവിൽ ഒരു ഉദ്ദീപനം ഉണ്ടാകുകയും ഒരു റിലാക്സേഷനും ഒരു മനസ്സമാധാനവും ഒരു സന്തോഷവും ഒക്കെ പൊതുവിൽ ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് ഇതുപോലുള്ള ഫ്ലവർ ഷോകൾ വീടിന് അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോവാനും കാണാനും ഒന്നും മറക്കണ്ട. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജൈവ കർഷകർ പങ്കെടുക്കുന്ന ജൈവ കർഷക സംഗമമാണ് ആലുവ UC കോളേജിലാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ അടുത്തതായിട്ട് കാണാം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജൈവ കർഷകരുടെ വിത്തുകൾ പ്രദർശിപ്പിക്കുന്ന വേദിയാണിത്. അപ്പോൾ നമ്മൾ വിവിധ തരം വിത്തുകളൊക്കെ ഒന്ന് കാണാം. എങ്ങനെയുണ്ട് വിത്തുത്സവമൊക്കെ? കൊള്ളാം, നല്ല പരിപാടിയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ പഞ്ചാബിൽ നിന്നും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകളെ കണ്ടപ്പോഴേ ഒരുപാട് സന്തോഷം തോന്നി. യാദൃശ്ചികമായിട്ടാണ് ഞാനിവിടെ വന്നത്. ഇന്ത്യയുടെ പരിച്ഛേദമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ കാണാത്ത തരത്തിലുള്ള വിത്തുകൾ, പല സ്ഥലത്തു നിന്നുള്ള സാധനങ്ങൾ വന്നിട്ട് കേരളത്തിൽ തന്നെ ഇതുപോലൊരു വലിയൊരു സംഭവം
എൻ്റെ കാഴ്ചപ്പാടിൽ ആദ്യമായിട്ട് കാണുന്ന അത്ര വലിയൊരു സംഭവം. ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 3000-ഓളം ഡെലിഗേറ്റ്സ് മാത്രം എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിപ്പോൾ പഞ്ചാബിൽ നിന്നുള്ള ഇവരോട് ഞാൻ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഇവർ ഗോതമ്പും അതുപോലെ തന്നെ ബാക്കിയുള്ള കൃഷികളൊക്കെ ജൈവമായിട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മില്ലറ്റ്സ് നമ്മൾ കഴിക്കാൻ തുടങ്ങുന്നു. മില്ലറ്റ്സിനുള്ളൊരു വലിയ പ്രോത്സാഹനമായിട്ട് അവിടെ ഇങ്ങനെ കണ്ടു, പലതരം മില്ലറ്റുകളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ ഒരു വലിയൊരു അനുഭവമാണ്, ജീവിതത്തിലൊരു അനുഭവം. क्या नाम क्या है? मेरा नाम करण सिंह। करण। यहाँ पे आके हमें सीड भी मिलता है और नई नई प्रजाति के जैसे केले हैं, तो हमने इतनी वैरायटी के केले नहीं देखे पहले, आज देखे। बहुत सी ऐसी प्रजातियाँ हैं जो हमारे होती नहीं हैं, यहाँ पे आके देखते हैं। മാനന്തവാടിയാണ്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 300ഓളം ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. വാഴ. വാഴ. അതെ. പക്ഷേ ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു 12ഓളം കൊലകളും പിന്നെ ഒരു 40ഓളം പടല ഇനങ്ങളുമാണ് കൊണ്ടുവന്നത്. പിന്നെ ഇത് കൂടാതെ ഒരു 100ഓളം വെറൈറ്റി കന്നുകളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ്? കന്നുകൾ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ്. മറ്റെല്ലാം പ്രദർശനത്തിൻ്റെ ആവശ്യങ്ങളും പിന്നെ ആളുകൾ അറിയട്ടെ, ഇങ്ങനെ കുറേ ഇനങ്ങൾ നാട്ടിലുള്ളത് എല്ലാവരും അറിയട്ടെ. ഇതാ ഒരു റയർ ഇനം, ഇതിപ്പോൾ കാണാമല്ലോ അല്ലേ, ഇതിൻ്റെ പടലകൾ കായകൾ തമ്മിൽ ഒട്ടിയിരിക്കുന്നു. ഇതൊന്നും സെപ്പറേറ്റ് അല്ല. ഇത് പ്രൈഹാൻസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു ഫിലിപ്പൈൻസ് ആ ഭാഗങ്ങളിൽ നിന്ന് മലേഷ്യ ആ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഒരു ഇനമാണ്. ഇത് ഗോൾഡ് ഫിംഗർ അഥവാ പിയാവൺ എന്നാണ് പേര്. ഇതൊരു ഹോൺഡ്രാസ് എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്ന് വന്ന ഇനമാണ്. അതിലൊരു 34ഓളം ഇനങ്ങൾ ആ രാജ്യത്തിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എൻ്റെ അടുത്ത് തന്നെ ഒരു 7ഓളം ഇനങ്ങൾ നമ്മുടെ അടുത്ത് തന്നെ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊരു ഇനമാണ് ഗോൾഡ് ഫിംഗർ എന്ന് പറയും. ഇത് കഴിക്കാൻ ഏറ്റവും നല്ല മധുരമുള്ള ഒരു ഇനമാണ്. ഇത് ഒരു ഇന്തോനേഷ്യൻ വെറൈറ്റിയാണ്. നമ്മളൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്താൽ ബ്ലൂ ജാവ എന്ന് കാണാം. ബ്ലൂ ജാവയാണ്. പക്ഷേ അതിലൊക്കെ കുറേ എക്സാജറേഷൻ വരുന്നുണ്ട്. അതായത് ഐസ്ക്രീമിൻ്റെ വാനില ടേസ്റ്റൊക്കെ വരുമെന്ന്. പക്ഷേ ഐസ്ക്രീമിൻ്റെ വാനില ടേസ്റ്റ് ഒന്നും വരില്ല. പക്ഷേ ഇത് ടേസ്റ്റാണ് നല്ല. നമ്മൾ പല്ല് ഉപയോഗിക്കാതെ തന്നെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ പേര് തെല്ലെ ചക്കര കേലി എന്നാണ്. ഇത് ആന്ധ്രയിൽ നിന്നുള്ളൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൽ 3-4 വെറൈറ്റികളുണ്ട്. ഇത് അതിൻ്റെ മീഡിയമാണ്. ഇതിൻ്റെ വലുതുണ്ട്, ഇതിൻ്റെ ചെറുതുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് പഴുക്കുമ്പോൾ ഈ ഭാഗം നല്ല മഞ്ഞയായി വരും, ഇത് പച്ചയായിട്ട് നിലനിൽക്കും. ആ സമയത്ത് ഇത് കഴിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല സ്വീറ്റാണ്. പക്ഷേ ഇത് ഫുൾ മഞ്ഞയായി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പറ്റില്ല. പിന്നെ വേസ്റ്റായി ചെറിയ കയ്പ് ടേസ്റ്റ്. ഇത് നമ്മൾ അത്യാവശ്യം നാട്ടിലൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേര് യങ്ങാമ്പി എന്നാണ്. യങ്ങാമ്പി ഇതൊരു ആഫ്രിക്കൻ വെറൈറ്റി തന്നെയാണ്. പക്ഷേ ഇത് കദളിയുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റാണ്. പെരുങ്കദളി എന്നൊരു അവരെ പേരും കൂടി ഇതിനുണ്ട്. ഇത് ഈ വാഴയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മടിയന്മാര വാഴ എന്നാണ് പൊതുവെ പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് നട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും ചെയ്യണ്ട. പിന്നെ നല്ല തണലാണെങ്കിൽ അതിൽ നിൽക്കും, നല്ല വെയിലാണെങ്കിൽ അതിൽ നിൽക്കും, അത്യാവശ്യം നനവ് കൂടുതലുള്ള സ്ഥലത്താണെങ്കിൽ അതിൽ നിൽക്കും, നല്ല ഡ്രൈ ഏരിയയിലാണ് നിൽക്കും, തണലത്താണെങ്കിൽ എവിടെയും നിൽക്കും. പിന്നെ അത് മാത്രമല്ല ഇതിന് കേടില്ല. ഒരു 3-4 വർഷം ഇത് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചോട്ടിൽ തന്നെ എപ്പോഴും ഒരു 5-6 കൊലകൾ സ്ഥിരമായിട്ട് കിട്ടും. എന്നാൽ കഴിക്കാൻ ടേസ്റ്റാണ് തന്നെ. പക്ഷേ നല്ലോണം പഴുത്ത് കഴിഞ്ഞാൽ ഇത് പൊഴിഞ്ഞു പോകുന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതൊരു ഹോബിയായിട്ട് ഇങ്ങനെ? ഹോബിയായിട്ടുണ്ട്. എൻ്റെ പ്രൊഫഷൻ ശരിക്കും ഇതല്ല. ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയി ആണ്. അപ്പോൾ അവധി ദിവസങ്ങളിലും ഒഴിവ് സമയങ്ങളിലും മാത്രമാണ് ഇതിൻ്റെ പുറകെ നടക്കുന്നത്. സ്കൂൾ കാലഘട്ടം കഴിഞ്ഞത് മുതൽ തന്നെ ബന്ധുവീടുകളിൽ നിന്നൊക്കെ അങ്ങനെ എടുത്തെടുത്ത് അങ്ങനെ ഒരു ടിൽ ഡേറ്റ് ഇല്ല, അന്ന് മുതലേ ഇങ്ങനെ സൂക്ഷിച്ചു വരുന്നതാണ്. പിന്നെ ഇത് ഈ ഒരു കാരണം കൊണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കേരളത്തിലെ ഒട്ടുമുക്ക ജില്ലകളിലും ആത്മാർത്ഥമായ കുറേ സുഹൃത്തുക്കളുണ്ട്. ഇത് അങ്ങനെ കുറേ കാര്യങ്ങളും ഇതുകൊണ്ടുണ്ടായിരുന്നു. ഞങ്ങൾ വയനാട് ഉറവ് നിന്നാണ്. ഉറവ് എന്ന് പറഞ്ഞാൽ ഉറവ് നാടൻ ശാസ്ത്ര സാങ്കേതിക പഠന കേന്ദ്രം എന്നാണ് അതിൻ്റെ ഫുള്ള് രൂപം. അപ്പോൾ അത് മുളയുടെ മേഖലയിലാണ് പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരായിട്ടും പരിചയപ്പെടാനും സാധിച്ചു. കാരണം പിന്നെ ഇത്രയധികം മുള വൈവിധ്യമുണ്ട് എന്നുള്ളത് പലർക്കും ഒരു അത്ഭുതമായിട്ടാണ് പലരും പിന്നെ പറഞ്ഞത്. ഞങ്ങൾ അവിടെ കളക്ഷനിൽ ഏതാണ്ട് 65 ഇനം മുളകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ ഒരു 10, 25, 28 വെറൈറ്റിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എൻ്റെ വീട് വയനാട്ടിലാണ്. എല്ലാത്തരം ഭക്ഷ്യവിളകളും കൃഷി ചെയ്യുന്നുണ്ട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രവുമായിട്ട് സഹകരിച്ചിട്ടാണ് അതിൻ്റെ ഒരു ഫ്ലോട്ട് ഞാൻ ചെയ്യുന്നത്. പിന്നെ കിഴങ്ങുവിളകളുടെ ഒരുപാട് വൈവിധ്യം സംരക്ഷിക്കുകയല്ല, അതുമാത്രമല്ല അതിൻ്റെ അറിവുകൾ കർഷകരിലേക്ക് എത്തിക്കുക, ഭക്ഷിക്കാൻ താല്പര്യം ഉള്ളവരിലേക്ക് എത്തിക്കുക, താല്പര്യമില്ലാത്തവർക്ക് താല്പര്യം ഉണ്ടാക്കിയെടുക്കുക. ഇത് വെള്ളക്കാച്ചിലാണ്, പക്ഷേ ഇത് ഒരുപാട് വലിപ്പം ഉണ്ടാവില്ല. 2-3 കിഴങ്ങുണ്ടാവും, ചെറുതൂണ്. അപ്പോൾ ഇത് നല്ല വെള്ളയാണ്. ഇത് വെന്താൽ പൊടി അലിഞ്ഞങ്ങ് തീരും. അപ്പം പായസം വെക്കാനും നല്ലത്. പിന്നെ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള കാച്ചിൽ എന്ന് പറയുന്നത് ചോരക്കാച്ചിൽ, രക്തശുദ്ധിക്ക് വേണ്ടിയിട്ട്. ഇത് നനകിഴങ്ങാണ്.
ചെറുകിഴങ്ങിലൊരു വിഭാഗം. ഇത് ആഫ്രിക്കയിൽ നിന്ന് വന്ന കാച്ചില. മുക്കിഴങ്ങെന്ന് പറയുന്നത് വേരങ്ങ് നീണ്ടുപോകും. നീണ്ടുപോയിട്ട് ദൂരെ എവിടെയെങ്കിലും ഒരു കിഴങ്ങുണ്ടാവുക. ഇതിനൊരു ഔഷധ ഗുണമുള്ളത് രക്തശുദ്ധി ചെയ്യുന്നു എന്നുള്ളതാണ്. അർച്ചസ് ഉള്ള ആൾക്കാർ പഴകിയ അർച്ചസ് ആണെങ്കിലും ഒരാഴ്ച അടുപ്പിച്ച് കഴിച്ച അർച്ചസ് അത്രയും ഔഷധ ഗുണമുണ്ട്. ഇതിന് വിത്ത് വരില്ല. വിത്ത് വളരെ ചെറുതായിട്ട് 1-2 ഉണ്ടാവുള്ളൂ. അപ്പോൾ വെട്ടിയത് ഇത് ഈ കളറാണ്. ഇതിൻ്റെ തണ്ടിന് പച്ച നിറമാണ്. ജൈവ കർഷക സംഗമത്തെ വ്യത്യസ്തമാക്കുന്നത് ജൈവ കർഷകരുടെ കൂട്ടായ്മ എന്നതുകൊണ്ട് മാത്രമല്ല, നമ്മളെ ജീവിതത്തിൽ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നുമില്ലാത്ത നിരവധി ഇനം വിത്തുകളും വിളകളും ഒക്കെ പരിചയപ്പെടാൻ കിട്ടുന്ന വലിയൊരു അവസരം കൂടെയാണ്. അങ്ങനെ കൂടെ ഒരു പ്രാധാന്യം ഈ മേളയ്ക്കുണ്ട്.